രാഹുൽ ഗാന്ധിയെ നാളെ സംഭലിലേക്ക് കടത്തുമോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രശസ്തനായ ഒരു അഭിഭാഷകൻ ദുഷ്യന്ത് ദാവെ ഒരു അഭിമുഖത്തിൽ ജുഡീഷ്യറി കോൺസ്റ്റിറ്റ്യൂഷനോട് ചെയ്യുന്ന ഡിസർവീസ് ആലോചിച്ച് സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുന്നത് ഈ രാജ്യം കണ്ടു. നമ്മുടെ ഏറ്റവും മുതിർന്ന ന്യായാധിപൻ ചീഫ് ജസ്റ്റിസിന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞത് അയോധ്യ വിധിയുടെ തലേന്ന് ദൈവം അദ്ദേഹത്തിന് ദർശനം കൊടുത്തു സ്വപ്നത്തിൽ, എന്നിട്ട് വിധി എഴുതാൻ മാർഗനിർദ്ദേശം കൊടുത്തു എന്നാണ്. അങ്ങനെ ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ന്യായാധിപന്മാരോട് സ്വന്തം മതത്തിന് അനുകൂലമായി വിധി പറഞ്ഞോളൂ എന്ന് പറയുന്ന കാലത്ത് രാഹുൽ ഗാന്ധിമാർ അവിടെ കണ്ണീരൊപ്പാൻ പോയതുകൊണ്ട് ഇതൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കണോ? അഭിലാഷൻ, ഞാൻ വളരെ പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുന്ന ഒരു ചരിത്രം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ ഇന്ത്യ രാജ്യത്ത് ഹിന്ദുവും മുസ്ലിമും തമ്മിൽ ഒരു കലാപവും ഉണ്ടായിട്ടില്ല. ഇതിന് കാരണം 1842 ഗവർണർ ജനറലായിരുന്ന എഡ്വേർഡ് ലാ എലൻബർഗാണ് 1800 കൊല്ലത്തെ മുസ്ലിം നാമധാരികളായ ഭരണാധികാരികളുടെ ഭരണകാലത്തെ ആ ചരിത്രത്തെ ഹിന്ദു മുസ്ലിം പോരാട്ടമായി വികലമായി ചിത്രീകരിക്കുന്ന ചരിത്രമാക്കി അതിനെ മാറ്റിയത്. അതിനെ സ്മിത്തും വന്നു, ഏലിയട്ടും വന്നു, എൽഫിൻസ്റ്റണും വന്നു അങ്ങ് ഇംഗ്ലണ്ടിൽ നിന്ന്. അവരാണ് ഈ രാജ്യത്തെ 800 കൊല്ലത്തെ ഈ ഇസ്ലാമിക എന്ന് പറയപ്പെടുന്ന, അവർക്ക് അതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല, ആ നാമധാരികളുടെ ഭരണത്തെ മുഴുവൻ ഇസ്ലാമും ഹിന്ദുവും തമ്മിലുള്ള വലിയ പോരാട്ടത്തിൻ്റെ നാളുകളായിട്ട് ചിത്രീകരിച്ചത്. ആ ചിത്രീകരണമൊക്കെ ഇവിടെ അധ്യയനത്തിൻ്റെ ഭാഗമാക്കി സോമനാഥ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന പേരിൽ കുറേ പാറക്കഷ്ണങ്ങൾ ഉത്തരേന്ത്യയിലുടനീളം പ്രചരിപ്പിച്ചു. അങ്ങനെ 860 ആദ്യമായിട്ട് വർഗീയ കലാപം ഉണ്ടായി. ഹിന്ദുവിനും മുസ്ലിമിനും പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടായി. 948 ഇന്ത്യ മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ടു. ആ പ്രത്യയശാസ്ത്രം കൊണ്ട് ബ്രിട്ടീഷുകാരന് നേട്ടമുണ്ടായി. അവൻ ഇവിടെ ഭരിച്ചു ഊറ്റിയെടുത്ത് കടന്നുപോയി. അവരുപേക്ഷിച്ച ആ പ്രത്യയശാസ്ത്രത്തെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകാൻ ഇവിടെ സംഘപരിവാരമുണ്ടായിരുന്നു. പക്ഷേ ആ സംഘപരിവാരമൊക്കെ പണ്ഡിറ്റ് നെഹ്റു എന്ന മഹാമേരുവിൻ്റെ മുന്നിൽ ചിന്നിച്ചിതറിപ്പോയി. 2014 ആയപ്പോൾ അവർ കഷ്ടപ്പെട്ട് ഒരുക്കിയെടുത്ത് അവർ വീണ്ടും രാജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് കടന്നു വന്നു, അധികാരത്തിലേക്ക് കടന്നു വന്നു. അതാണ് ഇതിൻ്റെയൊക്കെ മൂല കാരണം. ഇത് ബ്രിട്ടീഷുകാരൻ നമ്മളെ ഭിന്നിപ്പിക്കാനുണ്ടാക്കിയ ചരിത്രമാണ്. അതിന് സംഘപരിവാർ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇന്ന് പയറ്റുകയാണ്. ഞാൻ ഒറ്റ കാര്യം കൂടി പറയാം അഭിലാഷേ. ഇവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏടി തുടങ്ങിയ കാലം തൊട്ട് ചന്ദ്രഗുപ്ത മൗര്യനും പിന്നെ അങ്ങനെയുള്ള ഭരണാധികാരികൾ 300 കൊല്ലം ഭരിച്ചു. അതിനുശേഷം ബൗദ്ധ കാലഘട്ടമാണ്, അതിനുശേഷമാണ് വേദിക് കാലഘട്ടം, അതിനുശേഷമാണ് ഡൽഹി സുൽത്താനേറ്റും മുഗളരൊക്കെ. അപ്പോൾ ഈ വേദിക് കാലഘട്ടത്തെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുന്നവർ അതിനു മുമ്പുള്ള ബൗദ്ധ കാലഘട്ടത്തിൻ്റെ കാര്യങ്ങളും കൂടി പറയണമല്ലോ. ആ കാലഘട്ടത്തിലെ ആരാധനാലയങ്ങളൊന്നും ഇല്ലേ? അപ്പം നിലവിലുള്ള ആരാധനാലയങ്ങളൊക്കെ മാന്തി പോയാൽ ഇങ്ങനെ AD-യും കവിഞ്ഞ് BC-യും കവിഞ്ഞ് ശിലായുഗത്തിലേക്കെത്തും. ഈ പാർട്ടി നമ്മുടെ രാജ്യത്തെ നയിക്കുന്നത്, BJP നയിക്കുന്നത് ശിലായുഗത്തിലേക്കാണ്. അവർ മാന്തി പോവുകയാണ്. ഞാനൊരു ഭാരതീയ മുസൽമാൻ എന്ന നിലയിൽ ഞാൻ പലപ്പോഴും സങ്കല്പിച്ചു പോയിട്ടുണ്ട്, ആ മക്ക കഅബയൊക്കെ ഇന്ത്യയിലായിരുന്നെങ്കിലെന്ന്, എൻ്റെ രാജ്യത്തായിരുന്നെങ്കിലെന്ന്. ഇന്ന് ഞാനത് അങ്ങനെ ആകാതിരുന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. അല്ലെങ്കിൽ ഇവർ മക്കയുടെയും കഅബയുടെയൊക്കെ അടിവേര് മാന്താനും ഇതുപോലുള്ള ആളുകളെ പറഞ്ഞേക്കുമായിരുന്നു. ഇവരൊക്കെ മതഭ്രാന്ത് മൂത്ത് അന്യമത ദ്വേഷം കാരണം അന്ധത ബാധിച്ച് ഉന്മാദികളെ പോലെ പെരുമാറുകയാണ്. ഈ രാജ്യത്തെ എവിടേക്ക് കൊണ്ടുപോകുമെന്നുള്ള ആ വ്യതയാണ് ദുഷ്യന്ത് ദാവെ തൊട്ട് സാധാരണക്കാർ വരെ പ്രകടിപ്പിക്കുന്നത്. അതിനോട് ഐക്യദാർഢ്യപ്പെടാൻ ഞാൻ എൻ്റെ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.